ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോവാം. ഞാൻ മാത്രമല്ല കേട്ടോ, ചേച്ചിയുണ്ട്, അതുപോലെ ആശയുണ്ട്. മാങ്ങ പറിക്കാനാണ് ഈ കാവടി തുള്ളി പോകുന്നത്. എന്താവുന്നൊക്കെ കണ്ടറിയാം. വീട്ടിൽ മാവും മാങ്ങയും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരാളുടെ ഹെൽപ്പില്ലാതെ ഞങ്ങൾക്കത് കിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിലോ ഇപ്പം തന്നെ കഴിക്കും വേണം. അപ്പോൾ ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടുന്നിടത്ത് മാങ്ങ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാം. ഞങ്ങളുടെ മാവ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് മാങ്ങ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ചെന്നാലറിയാം ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലേന്നൊക്കെ. അപ്പം ഞങ്ങളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളിതാ ഓരോ കഥയും പഴയ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഒരു കണ്ണൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇതും ആശിയുടെ മോക്കും ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാനും ചേച്ചിയൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയാണെങ്കിൽ വൻ സെറ്റപ്പിലാണ്. നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. കൂടാതെ വാച്ച് വരെ കെട്ടിയിട്ടാണ് പോകുന്നത്. അവൾ വല്ല കല്യാണത്തിന് പോകുന്ന പോലെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വല്യച്ഛൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വരുമ്പോൾ കയറാം, ഇവിടെ ആദ്യം പോയി മാങ്ങ പറിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഈ പൂവൊക്കെ കണ്ടപ്പോൾ ഒന്ന് അതിനൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നടന്നു പോവാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടത്തം ആരംഭിച്ചു. അങ്ങനെ പോയി ഈ വലിയൊരു കയറ്റുണ്ട്, ഇത് കൂടെ കയറി കഴിഞ്ഞിട്ട് വേണം മാങ്ങ പറിക്കാൻ മാവിൻ്റെ അടുത്തെത്താൻ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന വല്യമ്മ അടുത്ത വീട്ടിൽ പോയി വരിക. അങ്ങനെ പിന്നെ കുറച്ച് നേരം വല്യമ്മേൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ നിന്നു. അപ്പോൾ ആശി വെറുതെ, ഞാനും ആശി അങ്ങനെയാണ്, നല്ല സ്നേഹത്തിലുമാണ്, അതുപോലെ അടിയും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്നെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വീണ്ടും നടന്നു ഇതാണ് ഞങ്ങളുടെ അംഗനവാടി. ഇവിടെയാണ് ഞങ്ങൾ ഓപ്പ ഉള്ളത്. ഓപ്പ അംഗനവാടി ടീച്ചർ, അതായത് ആശിൻ്റെ അമ്മമ്മ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ശ്രീബാല, ഇത് ഞങ്ങളുടെ ചെറിയ കസിൻ, ഇവളാണ് ഏറ്റവും ചെറുത്. അങ്ങനെ അവൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്തിരിക്കും. അവൾക്കൊരു ഓൾ ദ ബെസ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് അംഗൻവാടിയിലാണ്. എന്തായാലും ഈ വഴി പോകുന്നതല്ലേ, അപ്പോൾ ഓപ്പേനൊന്ന് കാണാൻ വിചാരിച്ചു. രാവിലെ കണ്ട തന്നെയാണ് ഓപ്പ, പിന്നെ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് ഓപ്പ വരും. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇത് കൂടെ പോകുമ്പോൾ ഒന്ന് കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലെത്തി. അങ്ങനെ കുട്ടികളൊക്കെ നമ്മളും അങ്ങനത്തെ അല്ലേ, ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി വെക്കുമല്ലോ, അതുപോലെ കുട്ടികളൊക്കെ ഇങ്ങനെ ആരോ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടികളെയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്ന് പിന്നെ തോന്നി എന്തായാലും അംഗൻവാടി വരെ വന്നതല്ലേ, ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ വെയിറ്റ് മെഷീനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെയിറ്റ് നോക്കുകയാണ്. ആദ്യം ആശി നോക്കി. ആശിൻ്റെ വെയിറ്റൊന്നും ഇവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനും നോക്കി. അത് കഴിഞ്ഞിട്ട് ചേച്ചി നോക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ മാവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇതാണ് മാവ്. ഒരു സൈഡിൽ പശുവിനെ കെട്ടിയിരിക്കുന്നു, അടുത്ത സൈഡിൽ 2 ലോറി. എങ്ങനെ പറിക്കും? പിന്നെ ഇത് പഴയ അംഗനവാടിയാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ആശയ്ക്കാണെങ്കിൽ ആ പഴയ ഒരു പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേടിയൊക്കെ ആവുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് മാങ്ങ പറിച്ചേ പറ്റും, നമ്മുടെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാനും ആശയും കൂടി ലോറിയിൽ അങ്ങോട്ട് കയറി. നമുക്ക് മാങ്ങ വേണമല്ലോ. അങ്ങനെ പിന്നെ ആ ലോറിയിലൊക്കെ കയറി നിന്ന് മാങ്ങയൊക്കെ പൊട്ടിച്ചു. ഞങ്ങളൊരു പൂ പ്രതീക്ഷിച്ചിട്ട് പോയതാണ്, പക്ഷെ ഞങ്ങൾക്കൊരു പൂക്കാലം തന്നെ കിട്ടിയ പോലെയായിരുന്നു. കാരണം കുറേ മാങ്ങ കിട്ടി. അപ്പോൾ എന്തായാലും പോയതല്ലേ വിചാരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന മാങ്ങയെല്ലാം പറിച്ചു. അങ്ങനെ ലോറിയിലൊക്കെ നിന്ന് മാങ്ങയൊക്കെ പറിച്ച് ഒരുപാട് മാങ്ങയുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ ഇതിൽ ഞങ്ങൾ പറിച്ചപ്പോൾ തന്നെ കുറേയൊക്കെ അവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള മാങ്ങയാണിത്. അങ്ങനെ ഈ മാങ്ങ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വരുമ്പോൾ പറഞ്ഞതാണല്ലോ തിരിച്ച് വരുമ്പോൾ വല്യച്ഛൻ്റെ വീട്ടിൽ കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ പിന്നെ മാങ്ങയും കൊടുക്കണമായിരുന്നു.
അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി. അപ്പോൾ ചെന്നപ്പോൾ അവിടെ വല്യമ്മ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല വെയിലത്ത് നല്ല മാങ്ങയൊക്കെ പറിച്ച് വരികയാണല്ലോ, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതാ ഈ ഒരു പൂ കണ്ടപ്പോൾ നല്ല ഭംഗിയല്ലേ, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ മാങ്ങ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനാണല്ലോ പറിക്കാൻ പോയത്. അപ്പം അതങ്ങനെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി മാങ്ങ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 മാങ്ങ അപ്പം തന്നെ കഴിച്ചു, പിന്നെ എടുത്തു വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം.